സ്ട്രക്ചറൽ റേഷ്യോസിൽ മൂന്നാമത്തെ റേഷ്യോ ആണ് റേഷ്യോ ഓഫ് ടോട്ടൽ അസറ്റ്സ് ടു ടോട്ടൽ ഡെറ്റ്. ഈ റേഷ്യോ ഓഫ് ടോട്ടൽ അസറ്റ് ടു ടോട്ടൽ ഡെറ്റ് എന്ന ക്വസ്റ്റിനിൽ തരുന്നതിന് പകരം മിക്കവാറും ഞങ്ങൾക്ക് സോൾവൻസി റേഷ്യോ കമ്പ്യൂട്ട് ചെയ്യാം എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്താണ് സോൾവൻസി റേഷ്യോ എന്നുള്ളത് നോക്കാം. ദ റേഷ്യോ ഓഫ് ടോട്ടൽ അസറ്റ്സ് ടു ടോട്ടൽ ഡെറ്റ്, അതിനെയാണ് നമ്മൾ സോൾവൻസി റേഷ്യോ എന്ന് പറയുന്നത്. This ratio expresses the relationship between total assets and total liabilities of the firm. അപ്പോൾ ടോട്ടൽ അസറ്റ്സും ടോട്ടൽ ഡെറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു റേഷ്യോനെയാണ് നമ്മൾ സോൾവൻസി റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സെന്റൻസിൽ നിന്ന് തന്നെ നമുക്ക് ഫോർമുല ഡെറൈവ് ചെയ്യാൻ സാധിക്കും. സോൾവൻസി റേഷ്യോ ഇസ് ഈക്വൽ ടു ടോട്ടൽ അസറ്റ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ലയബിലിറ്റീസ് അല്ലെങ്കിൽ ടോട്ടൽ ഡെറ്റ്. ഇറ്റ് മെഷേഴ്സ് ദ സോൾവൻസി ഓഫ് ദ ബിസിനസ്. That is why this ratio is called as solvency ratio. ഇപ്പോൾ സോൾവൻസി നമ്മൾ നേരത്തെ പറയുണ്ടായി, എന്താണ് സോൾവൻസി എന്നുള്ളത് നമ്മൾ പറയുണ്ടായി. ഇപ്പോൾ സോൾവൻസി എന്ന് പറയുമ്പോൾ കമ്പനിക്ക് എത്രത്തോളം കമ്പനിയുടെ ലയബിലിറ്റീസ് എല്ലാം പേ ഓഫ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു അസസ്മെന്റിനെയാണ് നമ്മൾ സോൾവൻസി എന്ന് പറയുന്നത്. സോ സോൾവൻസി റിഫ്ലെക്ട്സ് വെദർ ദ കമ്പനി ഈസ് ഇൻ എ പൊസിഷൻ ടു റീപേ ഇറ്റ്സ് ലയബിലിറ്റീസ് ഓർ നോട്ട്. ഇവിടെ ലയബിലിറ്റി എന്ന് പറയുമ്പോൾ ഷോർട്ട് ടേം ലയബിലിറ്റിയും വരും, ലോങ് ടേം ലയബിലിറ്റിയും വരും. ഷോർട്ട് ടേം ലയബിലിറ്റി പേ ഓഫ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു സിറ്റുവേഷനെ അല്ലെങ്കിൽ ആ ഒരു കഴിവിനെയാണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. ലോങ് ടേം ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കഴിവിനെയാണ് നമ്മൾ സോൾവൻസി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മൾ സോൾവൻസി എന്ന് പറയുമ്പോൾ വി വിൽ ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ, അതായത് ഇവിടെ ടോട്ടൽ ഡെറ്റ് ആണ്. അപ്പോൾ ഇവിടെ ടോട്ടൽ ഡെറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ലോങ് ടേം ഡെറ്റ് മാത്രമല്ല പരിഗണിക്കുന്നത്, ഷോർട്ട് ടേം ഡെറ്റ്സും നമ്മൾ പരിഗണിക്കുന്നുണ്ട്. ഇവിടെ ടോട്ടൽ ഡെറ്റ് ആണ്. അപ്പോൾ ഇവിടെ സോൾവൻസി റേഷ്യോ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ, ഈ ഒരു സോൾവൻസി റേഷ്യോ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഷോർട്ട് ടേം ലയബിലിറ്റീസ് മാത്രമല്ല എടുക്കുന്നത്, ലോങ് ടേം ലയബിലിറ്റീസും നമ്മൾ പരിഗണിക്കുന്നുണ്ട്. രണ്ടും നമ്മൾ പരിഗണിക്കുന്നുണ്ട്. ദിസ് റേഷ്യോ ഇസ് ജനറലി എക്സ്പ്രസ്ഡ് ആസ് എ പ്രൊപ്പോർഷൻ. അപ്പോൾ നമ്മൾ ഇൻറ്റു 100 ചെയ്യണം നിർബന്ധമില്ല, നമുക്ക് ജസ്റ്റ് ടോട്ടൽ അസറ്റ്സ് ഡിവൈഡ് ബൈ ടോട്ടൽ ഡെറ്റ് എൻ്റെ ഒരു പ്രൊപ്പോർഷൻ അതുപോലെ നിങ്ങൾ എടുത്തെഴുതിയാൽ മതി. ഈ ഒരു ഫോർമുലയാണ് നമ്മൾ സോൾവൻസി റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ അസറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? കറണ്ട് അസറ്റ്സും ഫിക്സഡ് അസറ്റ്സും, അല്ലെങ്കിൽ കറണ്ട് അസറ്റ്സും നോൺ കറണ്ട് അസറ്റ്സും ഇവിടെ ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ടോട്ടൽ ഡെറ്റ് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കറണ്ട് ലയബിലിറ്റീസും വരും, അതുപോലെ തന്നെ ലോങ് ടേം ലയബിലിറ്റീസും വരും. രണ്ടും വരുമ്പോഴാണ് അതിനെ നമ്മൾ ടോട്ടൽ ഡെറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ടോട്ടൽ അസറ്റ്സിന്റെയും ടോട്ടൽ ഡെറ്റിന്റെയും പ്രൊപ്പോർഷൻ കണ്ടുപിടിക്കുന്ന ഒരു റേഷ്യോനെയാണ് നമ്മൾ സോൾവൻസി റേഷ്യോ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ റേഷ്യോ വിച്ച് റിവീൽസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടോട്ടൽ അസറ്റ്സ് ആൻഡ് ടോട്ടൽ ലയബിലിറ്റീസ് ഓഫ് എ ബിസിനസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ കോമ്പോണൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പൊ രണ്ട് കോമ്പോണൻസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ടോട്ടൽ അസറ്റ്സും വരുന്നുണ്ട്, ടോട്ടൽ ഡെറ്റും വരുന്നുണ്ട്. കാരണം ഫോർമുലയിൽ നമുക്ക് വരുന്നത് ടോട്ടൽ അസറ്റ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഡെറ്റ് എന്നാണ്. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ട് വരുന്ന രണ്ട് കോമ്പോണൻസ്. ഇനി ഈ കോമ്പോണൻസിൽ എന്തൊക്കെ എടുക്കും എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് നോക്കണം. ഇപ്പോൾ ടോട്ടൽ അസറ്റ്സിൽ എന്തൊക്കെയാണ് വരുന്നത്? ടോട്ടൽ നോൺ കറണ്ട് അസറ്റ്സും വരുന്നുണ്ട്, ടോട്ടൽ കറണ്ട് അസറ്റ്സും വരുന്നുണ്ട്. അപ്പോൾ കറണ്ട് അസറ്റ്സും വരുന്നുണ്ട്, നോൺ കറണ്ട് അസറ്റ്സും വരുന്നുണ്ട്, അല്ലെങ്കിൽ കറണ്ട് അസറ്റ്സും വരുന്നുണ്ട്, ഫിക്സഡ് അസറ്റ്സും വരുന്നുണ്ട്. ടോട്ടൽ ഡെറ്റിൽ നമുക്ക് ടോട്ടൽ ഔട്ട്സൈഡ് ലയബിലിറ്റീസ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ലോങ് ടേം ലയബിലിറ്റീസ് മാത്രം എടുത്താൽ പോരാ, അല്ലെങ്കിൽ ലോങ് ടേം ഡെറ്റ് മാത്രം എടുത്താൽ പോരാ. വി ക്യാൻ ഓൾസോ ഇൻക്ലൂഡ് ഓർ വി ഷുഡ് ഓൾസോ ഇൻക്ലൂഡ് ഷോർട്ട് ടേം ലയബിലിറ്റീസ് ആസ് വെൽ. ഇപ്പോൾ രണ്ടും വരുന്നുണ്ട്. അപ്പോൾ ലോങ് ടേം അസറ്റ്സിലും ടോട്ടൽ അസറ്റ്സിൽ നമ്മൾ കറണ്ട് അസറ്റ്സും എടുക്കുന്നുണ്ട്, നോൺ കറണ്ട് അസറ്റ്സും എടുക്കുന്നുണ്ട്. ടോട്ടൽ ലയബിലിറ്റീസിൽ അല്ലെങ്കിൽ ടോട്ടൽ ഡെറ്റിൽ നമ്മൾ ഷോർട്ട് ടേം ഡെറ്റും എടുക്കുന്നുണ്ട്, ലോങ് ടേം ഡെറ്റും എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും നമ്മൾ മനസ്സിലാക്കണം, എന്നാൽ മാത്രമേ നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ സാധിക്കുള്ളൂ. അടുത്തത് വരുന്നത് ഈ ഒരു സോൾവൻസി റേഷ്യോ മനസ്സിലാക്കുന്നതിന്റെ ഒരു സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതാണ്. This ratio is used to test both the short term and long term solvency of the firm. അപ്പോൾ ഒറ്റ റേഷ്യോ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു കമ്പനിയുടെ ഷോർട്ട് ടേം സോൾവൻസി അതുപോലെ ലോങ് ടേം സോൾവൻസി ഇത് രണ്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് കമ്പനി എടുത്ത കടങ്ങളൊക്കെ അതിപ്പോൾ ഷോർട്ട് ടേം ആയിട്ടുള്ള ഡെറ്റ് ആയാലും ലോങ് ടേം ആയിട്ടുള്ള ഡെറ്റ് ആയാലും ഈ രണ്ട് രീതിയിലുള്ള കടങ്ങളായാലും അത് സമയബന്ധിതമായിട്ട് തിരിച്ചു കൊടുക്കാനുള്ള കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സോൾവൻസി റേഷ്യോയിലൂടെ കണ്ടുപിടിക്കുന്നത്. So this ratio is used to test both the short term as well as long term solvency of a firm
If the total assets are more than outside liabilities, the firm is treated as solvent. Obviously, കമ്പനിക്ക് കടങ്ങളെക്കാളും കൂടുതൽ ആസ്തി ഉണ്ട് എങ്കിൽ നമുക്ക് കമ്പനി സേഫ് ആണ് എന്ന് പറയാൻ സാധിക്കും. അപ്പൊ എപ്പോഴും നമ്മുടെ ടോട്ടൽ ഡെറ്റ് കുറവും ടോട്ടൽ അസറ്റ്സ് കൂടുതലും ആയിരിക്കണം. അപ്പോൾ ആ റേഷ്യോ പറയുമ്പോൾ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഷുഡ് ബി ഐദർ 1 or more than 1 അല്ലെ. കാരണം ന്യൂമറേറ്ററിലാണ് എന്തുള്ളത്, ടോട്ടൽ അസറ്റ്സ് ഉള്ളത്, ഡിനോമിനേറ്ററിലാണ് ടോട്ടൽ ഡെറ്റ് ഉള്ളത്. അപ്പൊ ന്യൂമറേറ്റർ കൂടുതലും ഡിനോമിനേറ്റർ കുറവുമായിരിക്കണം, ടോട്ടൽ അസറ്റ്സ് കൂടുതലും ടോട്ടൽ ഡെറ്റ് കുറവായിരിക്കണം. അപ്പൊ റേഷ്യോ കണക്കാക്കുമ്പോൾ ഇറ്റ് ഷുഡ് ബി 1 or more than 1. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് നമ്മുടെ കമ്പനി സോൾവെന്റ് ആണ് എന്ന് പറയാൻ സാധിക്കുക. അപ്പോൾ എപ്പോഴും അസറ്റ്സ് കൂടുതലായിരിക്കണം, ടോട്ടൽ ഡെറ്റ് കുറവായിരിക്കണം. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് പറയുക, നമ്മുടെ കമ്പനി സോൾവെന്റ് ആണ് എന്ന് നമുക്ക് പറയാം. ദിസ് മീൻസ് ദാറ്റ് അങ്ങനെ ഒരു കമ്പനി സോൾവെന്റ് ആണ് എന്ന് പറഞ്ഞാൽ ദിസ് മീൻസ് ദാറ്റ് there is no difficulty in paying off its outside liabilities out of the assets because the assets are more than outside liabilities. അപ്പോൾ അസറ്റ്സ് എപ്പോഴും കൂടുതലും ഔട്ട്സൈഡ് ലയബിലിറ്റീസ് കുറവാണെങ്കിൽ ഈ ഔട്ട്സൈഡ് ലയബിലിറ്റീസ് എല്ലാം സുഖമായിട്ട് പേ ഓഫ് ചെയ്ത് കൊടുക്കാൻ അല്ലെങ്കിൽ കൊടുത്തു തീർക്കാൻ ആർക്ക് സാധിക്കും, കമ്പനിക്ക് സാധിക്കും. ഇനി സോൾവൻസി റേഷ്യോ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാം എന്നുള്ളതാണ്. The solvency ratio indicates the degree of solvency of a business. Solvency ratio, it is a ratio which reveals the debt repaying capacity of a firm. It includes both long-term debt as well as short-term debt. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ടോട്ടൽ ഡെറ്റ് റീപേയിങ് കപ്പാസിറ്റി ആണ് ഇവിടെ നോക്കുന്നത്. അതായത് ഷോർട്ട് ടേം ഡെറ്റ് മാത്രം അല്ലെങ്കിൽ ലോങ് ടേം ഡെറ്റ് മാത്രം അങ്ങനെയല്ല നമ്മൾ നോക്കുന്നത്, ടോട്ടൽ ഡെറ്റ് റീപേയിങ് കപ്പാസിറ്റിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ സോൾവൻസി റേഷ്യോ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ വി ക്യാൻ നോ വെദർ ദ കമ്പനി ഈസ് കേപ്പബിൾ ഓഫ് repaying both its short-term debt as well as long-term debt. അപ്പോൾ എപ്പോഴും ഒരു ഹയർ സോൾവൻസി റേഷ്യോ ആണ് നമ്മൾ ബെറ്റർ ആണ് എന്ന് പറയുക. കാരണം സോൾവൻസി റേഷ്യോ ഷുഡ് ബി മോർ ദാൻ 1. അങ്ങനെയാണെങ്കിൽ 1 അല്ലെങ്കിൽ മോർ ദാൻ 1 അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് അസറ്റ്സ് കൂടുതലും ലയബിലിറ്റീസ് കുറവും അല്ലെങ്കിൽ അസറ്റ്സ് കൂടുതലും ടോട്ടൽ ഡെറ്റ്സ് കുറവും എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. The higher solvency ratio indicates that the solvency and the financial position are strong. അപ്പൊ എപ്പോഴും സോൾവൻസി റേഷ്യോ ഹൈ ആയിരിക്കണം, കാരണം ന്യൂമറേറ്ററിലാണ് ടോട്ടൽ അസറ്റ്സ് ഉള്ളത്. അപ്പൊ ന്യൂമറേറ്റർ എപ്പോഴും കൂടുതലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹയർ റേഷ്യോ കിട്ടും. അങ്ങനെ ഹയർ റേഷ്യോ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കും ദ കമ്പനി ഈസ് സോൾവെന്റ്, വെരി മച്ച് ഇൻ എ ഗുഡ് ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതായത് ഇഫ് ദ റേഷ്യോ ഇസ് മോർ ദാൻ 1, റേഷ്യോ ഒന്നിൽ കൂടുതലാണ് എങ്കിൽ, റേഷ്യോ എപ്പോഴാണ് ഒന്നിൽ കൂടുതലാവുക, ന്യൂമറേറ്റർ കൂടുമ്പോഴാണ് റേഷ്യോ ഒന്നിൽ കൂടുതലാവുക. ദ ലെൻഡേഴ്സ് ക്യാൻ ബ്രെത്ത് എ ഫ്രീ എയർ, അതായത് ആശ്വസിക്കാം ലെൻഡേഴ്സിന്, അല്ലെങ്കിൽ നമുക്ക് കടം തന്ന കമ്പനിക്ക് കടം കൊടുത്ത എല്ലാ ക്രെഡിറ്റേഴ്സിനും ഒരു ആശ്വാസമുണ്ട്. കാരണം ആസ് ദെയർ ഇൻവെസ്റ്റ്മെന്റ് ഈസ് സെക്യൂർ, അവർ കൊടുത്ത കടം റീപേ ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്, നമ്മുടെ കമ്പനിക്കുണ്ട്. അപ്പോൾ കടക്കാർക്കെല്ലാം വളരെ ആശ്വാസമുള്ള ഒരു റേഷ്യോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റേഷ്യോ ഓഫ് മോർ ദാൻ 1. അപ്പോൾ 1 or 1ൽ കൂടുതലോ സോൾവൻസി റേഷ്യോ വരികയാണ് എങ്കിൽ നമുക്ക് എല്ലാ കടക്കാർക്കും വളരെയധികം ആശ്വസിക്കാം. കാരണം കമ്പനിക്ക് എന്തിനുള്ള പവർ ഉണ്ട്, കമ്പനി എടുത്ത കടങ്ങളെല്ലാം റീപേ ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഇവിടെ കമ്പനിയുടെ കടങ്ങൾ എന്ന് പറയുമ്പോൾ ലോങ് ടേം ഡെറ്റും വരും, ഷോർട്ട് ടേം ഡെറ്റും വരും. അപ്പൊ രണ്ട് രീതിയിലുള്ള കടങ്ങളും നല്ല രീതിയിൽ കൊടുത്തു തീർക്കാനുള്ള കഴിവിനെയാണ് നമ്മളിവിടെ സോൾവൻസി റേഷ്യോയിൽ മെഷർ ചെയ്യുന്നത്. അപ്പോൾ സോൾവൻസി റേഷ്യോ മോർ ദാൻ 1 ആണെങ്കിൽ ഇറ്റ് റിഫ്ലെക്ട്സ് ദാറ്റ് the company is very much capable of repaying both its short-term debt as well as long-term debt. On the other hand, നേരെ തിരിച്ചു പറയുകയാണെങ്കിൽ a lower solvency ratio indicates that the solvency and the financial position are weak. കമ്പനിയുടെ സോൾവൻസി അത്ര മോശം ആണ് എന്നാണ് നമ്മുടെ ഒന്നിൽ കുറവാണ് നമ്മുടെ റേഷ്യോ എങ്കിൽ അത് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നിൽ കുറവ് എപ്പോഴാണ് നമ്മുടെ റേഷ്യോ വരിക, ടോട്ടൽ അസറ്റ്സ് കുറവും ടോട്ടൽ ലയബിലിറ്റീസ് കൂടുതലും അല്ലെങ്കിൽ ടോട്ടൽ ഡെറ്റ് കൂടുതലും ആവുന്ന സിറ്റുവേഷനിലാണ്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ലോവർ സോൾവൻസി റേഷ്യോ കിട്ടുന്നത്. അപ്പോൾ ലോവർ സോൾവൻസി റേഷ്യോ ഒരു വീക്ക് ഫിനാൻഷ്യൽ പൊസിഷനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്.